വന്യജീവി ആക്രമണത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒരാൾ മരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു കുടുംബം അനാഥമാവുകയാണ്, കുഞ്ഞുങ്ങൾ അനാഥമാവുകയാണ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ബ്രിങ്ങിങ് അപ്പ് എല്ലാം പ്രതിസന്ധിയിലാകുന്ന വലിയ മാനുഷിക പ്രതിസന്ധിയാണ് വന്യജീവി ആക്രമണത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഗൗരവതരമായി ഗവൺമെന്റുകൾ സമീപിക്കേണ്ടതുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമം വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് വന്യജീവികളെ ലോകത്താകമാനം മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. വന്യജീവി സംരക്ഷണം എന്നുള്ളത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന പുതിയ സങ്കല്പത്തിലേക്ക് മാറുകയാണ്. സുസ്ഥിരമായ വന്യജീവി സംരക്ഷണമാണ്. വന്യജീവികളുടെ എണ്ണം ഓരോ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് കൃത്യമായി കണക്കാക്കുകയും അതിനുള്ളിൽ അതിനെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ഏറ്റവും അവസാനം UN റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ സമീപനം എന്നുള്ളത് കിൽ ടു കൺസേർവ് എന്നാണ്. സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലുക കേൾക്കുമ്പോൾ വൈരുദ്ധ്യമുള്ള രണ്ട് വാക്കുകളാണ്. പക്ഷേ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വന്യജീവികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയത്തിന്റെ ശാശ്വതമായ പരിഹാരം അതുകൂടിയാണ്. ആ പരിഹാരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തേണ്ടതുണ്ട്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നതിലപ്പുറത്തേക്ക് വന്യജീവികളുടെ എണ്ണം കൂടുമ്പോൾ ആവാസ വ്യവസ്ഥ വിട്ട് അത് പുറത്തേക്ക് എത്തുകയും മനുഷ്യർ തിങ്ങിൽ പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് വന്യജീവികൾ കടന്നുകയറുകയും മനുഷ്യന്റെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് വന്യജീവികളെ കണ്ടെയ്ൻ ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇതിനാവശ്യമായ നിയമനിർമ്മാണങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഈ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണമെന്ന് 2014 മുതൽ 19 വരെ പാർലമെന്റ് അംഗമായിരുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ നിരന്തരമായി ഉന്നയിച്ചിട്ടുണ്ട്. അത് പാർലമെന്റിലെ നടപടിക്രമങ്ങളുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വന്യജീവി സംരക്ഷണവുമായി ഇറക്കിയിട്ടുള്ള ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളിൽ പ്രായോഗികമായവയുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യം, ഭൂമിയുടെ ഭൂവിസ്തൃതി, കൂടിയ ജനസാന്ദ്രത, വന്യജീവികളുടെ കൂടിയ എണ്ണം, അതുണ്ടാക്കുന്ന മറ്റ് പ്രതിസന്ധികൾ, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിലും പ്രത്യേകമായ സമീപനങ്ങൾ ഉണ്ടാകണമെന്നാണ് നിരന്തരമായി അന്നും ഇന്നും എന്നും നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ കാര്യത്തിലൊക്കെ കൃത്യമായ നയരൂപീകരണം ഉണ്ടാകേണ്ടതുണ്ട്. നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് നടപടികൾ ഉണ്ടാകേണ്ടത്. ആ കാര്യത്തിൽ കൃത്യതയാർന്ന ഇടപെടലുകളാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചത്. തുടർന്നും ആ കൃത്യതയാർന്ന ഇടപെടലുകൾ ഉണ്ടാവണം. അതിന് കൃത്യമായ പഠനമുണ്ടാവണം. കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടാവണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ അധികാരികളോട് അത് പറയാൻ സാധിക്കണം. അവരെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ മുൻപിലുള്ള വലിയ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെയായിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ.